ഈശോയിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയും അനേക സ്ഥലങ്ങളിൽ ജപമാലകൾ അർപ്പിച്ച് ജനം ഇന്ന് പ്രാർത്ഥിക്കുന്ന ദിവസവും കൂടിയാണ്. പ്രത്യേകമായിട്ട് ഇന്ന് കുവൈറ്റിലെ നഴ്സസ് മിനിസ്ട്രിയുടെ ഗ്രേറ്റ് കോളിൻ്റെ ദിവസമാണ്. വന്നു ചേരുന്ന മക്കളിലേക്കെല്ലാം ഈശോയുടെ വലിയ കരുണ ഒഴുകപ്പെടാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. സങ്കീർത്തന പുസ്തകം 68-ാം അധ്യായം 28-ാമത്തെ വചനത്തിൽ, കർത്താവെ അങ്ങയുടെ ശക്തി പ്രകടമാക്കണമേ, ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്ത കർത്താവെ അങ്ങയുടെ ശക്തി പ്രകടമാക്കണമേ. നമുക്ക് ഈ വചനം നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുത്താം. ദൈവത്തിൻ്റെ ശക്തി പ്രകടമാകാൻ വേണ്ടിയാണ് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുക. അത് പല വിധത്തിൽ ജപമാലകൾ ചൊല്ലിയും വചനങ്ങൾ വായിച്ചും കുർബാനയിൽ പങ്കെടുത്തും എല്ലാം നമ്മൾ പ്രാർത്ഥിക്കുക. സങ്കീർത്തകൻ തന്നെ പറയും, ദൈവം നിന്റെ ശക്തി പ്രകടമാകാത്തതിന് ദുഃഖ കാരണം. അപ്പോൾ ഇന്ന് ജീവിതത്തിൽ പല വിധത്തിലുള്ള വേദനകളും ഭാരങ്ങളും അനുഭവിക്കുന്ന മക്കൾക്ക് ഈ വചനം ഒരു വലിയ ആശ്വാസമായിട്ട് മാറട്ടെ. കർത്താവെ അങ്ങയുടെ ശക്തി പ്രകടമാക്കണമേ. എന്തെന്നാൽ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി അനേകം അത്ഭുതങ്ങൾ ചെയ്തതുകൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങോട്ട് പറയുകയാണ്, കർത്താവെ നിന്റെ ശക്തി പ്രകടമാക്കണമേ. ഇത് നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു ദൈവത്തിന്റെ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പ്രകാരമാകട്ടെ, അതിന് ഉപകരണമാകട്ടെ നമ്മൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായിട്ട് ഇന്നിവിടെ കടന്നു വരുന്ന എല്ലാ നഴ്സസ്മാരുടെയും ജീവിതത്തിൽ ദൈവത്തിന്റെ വലിയൊരു ശക്തി പ്രകടമാകാനും കർത്താവ് അവരിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ചെയ്യാനും ഒക്കെയുള്ള വലിയ കൃപ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. പറ്റിയ ഒരു നന്മ നിറഞ്ഞവരെ എനിക്ക് വേണ്ടി ചൊല്ലി പ്രാർത്ഥിക്കണം. കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടട്ടെ. ആത്മാവെ ബലഹീനരായ ഞങ്ങളുടെ ജീവിതത്തിൽ ശക്തിയായി മാറണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ